കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാനല്ല മനുഷ്യപുത്രൻ വന്നത്. യേശുക്രിസ്തു എന്തിനു വേണ്ടി ലോകത്തിൽ വന്നു? 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 1. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. ലൂക്കോസ് 13:10 നമ്മൾ വായിക്കുമ്പോൾ അവിടെ 18 വർഷമായി രോഗാത്മാവ് ബാധിച്ചു ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അവളെ കണ്ടു, അടുക്കൽ വിളിച്ചു. കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന രോഗബന്ധനത്തെ യേശു അഴിച്ചു. ആർക്കും അഴിക്കാൻ കഴിയാത്ത രോഗബന്ധനത്തെ യേശു അഴിച്ചു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എത്ര വലിയ പ്രശ്നത്തെയും മാറ്റിത്തരുവാൻ ദൈവശക്തനാണ്. നാം വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ പോയാൽ മതി. 2. സമാധാനം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് സമാധാനം. എല്ലാം ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ശൂന്യമാണ്. ലോകം തരുന്ന സമാധാനം നിലനിൽക്കില്ല, ദൈവം തരുന്ന സമാധാനം നിലനിൽക്കും. ആ ദൈവിക സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥവത്തായി തീരും. ഇതെവിടെ നിന്ന് കിട്ടും? മാർക്കറ്റുകളിൽ നിന്നോ കടകളിൽ നിന്നോ അത് വാങ്ങാൻ കിട്ടില്ല. ഇതിന്റെ യഥാർത്ഥ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ സമാധാനം നൽകുവാൻ കഴിയുകയുള്ളൂ. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. അതെ, സമാധാന പ്രഭു. സാക്ഷാൽ സമാധാനം തരുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. 3. ജീവൻ തരുവാൻ, സമൃദ്ധിയായി തരുവാൻ. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നത്. പിശാച് വന്നത് ജീവൻ തരുവാനല്ല, ജീവൻ എടുക്കുവാനാണ്. എന്നാൽ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് ജീവൻ തരുവാനാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകം മരിച്ചവരെ ഉറപ്പിച്ചു. മരിച്ച് നാറ്റം വെച്ച് 4 നാളായ ലാസറിനെ വരെ ജീവനോടെ പുറത്തെടുത്തു. യേശു ആരുടെയും ജീവൻ എടുത്തതായി കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ജീവന് വേണ്ടി അപേക്ഷിച്ചവർക്ക് യേശു ജീവൻ നൽകി അനുഗ്രഹിച്ചു. ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ ശക്തനാണ്. ഇതുവരെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ നല്ലവരെ നാട്ടുകാർക്കും സുവിശേഷ സ്നേഹികൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം.
പറയുന്നത് എന്താണ്? സുവിശേഷത്തിന്റെ വാക്താക്കൾ ആരാണ്? സുവിശേഷം എന്തിനാണ്? സുവിശേഷം ആർക്കാണ്? സുവിശേഷത്തിന്റെ ആവശ്യകതയുണ്ടോ? സുവിശേഷം എന്തുവാണ്? സുവിശേഷം എന്ന് പറയുന്നത് മതപരിവർത്തനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് മനപരിവർത്തനമാണ്. സുവിശേഷം ആരെയും തകർത്തിട്ടില്ല. സുവിശേഷം ഒരു കുടുംബത്തെയും നശിപ്പിച്ചിട്ടില്ല. നാശത്തിന്റെ വക്കിൽ കിടന്നവരെ സുവിശേഷം രക്ഷിച്ചിട്ടേ ഉള്ളൂ. സുവിശേഷം സമാധാനം കൊടുത്തിട്ടേ ഉള്ളൂ. മദ്യപിച്ച് മനോനില തെറ്റി ഓടയിൽ കിടന്ന വ്യക്തികൾക്ക് സുവിശേഷം സമാധാനം കൊടുത്തിട്ടുണ്ട്. സുവിശേഷം നിഷ്ഠൂരന്മാരെ നിഷ്കളങ്കികളാക്കിയിട്ടുണ്ട്. സുവിശേഷം ഉപദ്രവികളെ ഉപകാരികളാക്കിയിട്ടുണ്ട്. സുവിശേഷം കുലപാതകന്മാരെ കുഞ്ഞാടുകളാക്കിയിട്ടുണ്ട്. സുവിശേഷം ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സുവിശേഷം ഏതൊക്കെ ദേശം സ്വീകരിച്ചിട്ടുണ്ടോ ആ ദേശം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സുവിശേഷം ഏതൊക്കെ രാജ്യം സ്വീകരിച്ചിട്ടുണ്ടോ ആ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. സുവിശേഷം ഏതൊക്കെ വ്യക്തി സ്വീകരിച്ചിട്ടുണ്ടോ ആ വ്യക്തികൾ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഈ പ്രായത്തിൽ ഒത്തിരി പേരെ എനിക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത, പോലീസുകാർക്കും പട്ടാളത്തിനും നാട്ടുകാർക്കും തലവേദനയായിരുന്ന, പാർട്ടിക്കാരും വീട്ടുകാരും കൈവിട്ട അനേക പേരെ സുവിശേഷം രക്ഷിച്ചിട്ടുണ്ട്. സുവിശേഷം അവരുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. സുവിശേഷം അവരുടെ കുടുംബങ്ങളെ ഉയർത്തിയിട്ടുണ്ട്. നാട്ടുകാർക്കും വീട്ടുകാർക്കും പോലീസുകാർക്കും അധികാരികൾക്കും രക്ഷിക്കാൻ കഴിയാതെ അവരൊക്കെ കൈവിട്ടവരെ സുവിശേഷം എന്ന് പറയുന്ന സത്യം, സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം, സുവിശേഷം എന്ന് പറയുന്ന വ്യക്തി അവരെയൊക്കെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ കിടിലം കൊള്ളിപ്പിച്ച, നമ്മുടെ കേരളക്കരയ്ക്ക് മറക്കാൻ കഴിയാത്ത, നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്ക് പരിചയമുള്ള ഒരു പേരാണല്ലോ തിരുവനന്തപുരം നഗരത്തിൽ, തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ അറിയപ്പെടുന്ന ഒരു ദേശം ചെങ്കച്ചൂള എന്ന് പറയുന്ന ദേശം. ചെങ്കച്ചൂളയുടെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെങ്കച്ചൂള ഒരു കാലത്ത്, ഒരു സമയത്ത് പോലീസുകാർക്ക് ഇവിടെ കടക്കുവാൻ കഴിയാത്ത ഒരു സ്ഥലമായിരുന്നു. ചെങ്കച്ചൂള എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് അധികാരികൾക്ക് അവിടെ കടക്കുവാൻ കഴിയാത്തൊരിടമായിരുന്നു. ചെങ്കച്ചൂള എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാപ്പകൽ പോലും ആർക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്തൊരിടമായിരുന്നു. എന്നാൽ ചെങ്കച്ചൂളയുടെ അവസ്ഥകളെ മാറ്റിയത് ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല, ഇവിടത്തെ മത നേതാക്കന്മാരല്ല, ഇവിടത്തെ പോലീസുകാരല്ല, ഇവിടത്തെ നിയമപാലകന്മാരല്ല, അവരുടെ മൂന്നാം മുറകളല്ല. ആ ചെങ്കച്ചൂളയുടെ അവസ്ഥകൾ മാറ്റിയത് സുവിശേഷം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു കാലത്ത് നാട്ടുകാരെയും വീട്ടുകാരെയും പോലീസ് അധികാരികളെയും ഒക്കെ വിറപ്പിച്ച ചെങ്കച്ചൂളയിൽ സുവിശേഷം കടന്നുപോയപ്പോ, സുവിശേഷകന്മാർ സുവിശേഷ സന്ദേശവുമായി അതിനകത്ത് കയറിയപ്പോ ആ ദേശത്തിന്റെ അല്ലെങ്കിൽ ചെങ്കച്ചൂളയുടെ അവസ്ഥകൾ മാറി. അവിടെ കഞ്ചാവും കള്ളും അടിച്ച് പകൽ പോലും പീഡനങ്ങളും കൊലപാതകങ്ങളും നടത്തിക്കൊണ്ടിരുന്നവർ സുവിശേഷത്തിന്റെ മുമ്പിൽ അടിയറ വച്ചു. അവിടെ പടവാളുകൾ, വടിവാളുകൾ താഴെ വച്ചു. അവർ നല്ല ജീവിതങ്ങൾ നയിക്കുവാൻ തീരുമാനിച്ചു. അവരുടെ കഞ്ചാവ് ഉപയോഗം, മദ്യപാന ഉപയോഗമെല്ലാം അവർ വേണ്ടെന്ന് വയ്ക്കുവാനിടയായി. അവർ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ മാന്യന്മാരായി ജീവിക്കുവാനിടയായി തീർന്ന സംഭവം നമുക്കറിയാം. ചെങ്കച്ചൂളയിൽ മരണത്തെ മുഖാമുഖമായി കണ്ട് നാട്ടുകാരെയും ആ നഗരത്തെയും വിറപ്പിച്ച അനേക പേർ എന്നെ പോലെ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നെ പോലെ അനേക പേർ ഇന്ന് സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഒരു കാലത്ത് കടാരയും കയ്യിൽ പിടിച്ചുകൊണ്ട് കഞ്ചാവും അടിച്ച് നടന്ന വ്യക്തികൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ പ്രിയരെ, ഈ ദേശത്ത് എന്നെ ശ്രവിക്കുന്നവരെ, സുവിശേഷം
സുവിശേഷം നാടിനും നന്മ വരുത്തിയിട്ടേ ഉള്ളൂ. സുവിശേഷം വീട്ടുകാർക്ക് നന്മ വരുത്തിയിട്ടുള്ളൂ. ആ സുവിശേഷമാണ് ഇന്ന് വൈകിയ സമയം നിങ്ങളോട് അല്പസമയം ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിന്റെ ജനനത്തെ കുറിച്ച്, യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് വ്യക്തമായി പ്രവചിക്കുവാൻ ഇടയായി തീർന്നു. യേശുവിന്റെ ജനനം ലോകത്തിൽ എല്ലാവരും ജനിച്ചതുപോലെയല്ല. യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് വ്യത്യസ്തമായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശു ജനിച്ചതുപോലെ ഉലകത്തിൽ ആരും ജനിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ ഉലകത്തിൽ ആരും ജീവിച്ചിട്ടില്ല. യേശു മരിച്ചതുപോലെ ഉലകത്തിൽ ആരും മരിച്ചിട്ടില്ല. യേശു അടക്കപ്പെട്ടതുപോലെ ഉലകത്തിൽ ആരും അടക്കപ്പെട്ടിട്ടില്ല. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉലകത്തിൽ ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. സ്നേഹിത, യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ ജീവിതം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ മരണം വ്യത്യസ്തമായിരുന്നു. യേശുവിന്റെ അടക്കം വ്യത്യസ്തമായിരുന്നു. യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് യേശു എവിടെ ജനിക്കുമെന്ന് മീക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. നീയോ ബെത്ലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ വച്ച് ഏറ്റവും ചെറുതായിരുന്നാലോ ലോകത്തെ ഭരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. കണ്ടോ, യേശു എവിടെ ജനിക്കുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു. പ്രവാചകന്മാർ ശക്തമായി പ്രവചിച്ചു. മീക പ്രവാചകൻ യേശു എവിടെ ജനിക്കുമെന്ന്, യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന് മീക പ്രവാചകൻ പ്രവചിക്കുവാനിടയായി തീർന്നു. എല്ലാവരും ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചതെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ മീക പറഞ്ഞു യേശു ബെത്ലഹേമിൽ ജനിക്കുമെന്ന്. യേശുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതല്ല. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജനിച്ചത് അപ്പന്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരം, ഒരു സ്ത്രീയുടെയും പുരുഷന്റെ ഇഷ്ടപ്രകാരം ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ യേശുവിന്റെ ജനനം വ്യത്യസ്തമായിരുന്നതിന്റെ കാരണോ യേശുവിനെ ആരെങ്കിലും ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചതാണ്. യേശു ക്രിസ്തു ജനിക്കുവാനിടയായി തീർന്നതാണ്. ഡിസംബർ മാസത്തിന്റെ ആദ്യ വാരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഈ മാസം 25-ാം തീയതി അടുക്കുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ യേശുവിന്റെ ജനനം കൊണ്ടാടുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തി. ഇപ്പോഴേ ഡിസംബർ മാസം 1-ാം തീയതി മുതലേ സ്റ്റാറുകളൊക്കെ കെട്ടി യേശുവിന്റെ ജനനത്തിന്റെ ആ വരവിന്റെ മുന്നോടി നമ്മൾ ആഘോഷിച്ചു തുടങ്ങി. ലോകം മൊത്തം മലയാളികളുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുള്ള എല്ലായിടത്തും യേശു ജനിച്ചു എന്ന ഒരു സന്ദേശം ഡിസംബർ മാസം മുഴങ്ങി കേൾക്കുന്നു. കരോളുകൾ പള്ളികളിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ വീട്ടിന്റെയും മുറ്റത്ത് വന്ന് അവർ പറയുന്നു, നിങ്ങൾക്കായി ലോകത്തിന്റെ രക്ഷകനായ യേശു ജനിച്ചിരിക്കുന്നു എന്നതേ. ഓരോ ദിവസത്തിന്റെ ഓരോ വീട്ടിന്റെ മുറ്റത്ത് യേശുവിന്റെ ജനനത്തിന്റെ സന്ദേശവുമായി ഇതാ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞപ്പോ യേശു ജനിച്ചു എന്ന് പറയുന്നത് ഒരു അമ്മുമ്മ കഥയല്ല. യേശു ജനിച്ചു എന്ന് പറയുന്നത് ഒരമ്മച്ചി കഥയല്ല. അത് ലോകം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിച്ച ഒരു സന്ദേശമാണ് യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. യേശുവിനെ ജനിപ്പിച്ചതല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-6 നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. കണ്ടോ, എല്ലാവരും ജനിച്ചതുപോലെയല്ല യേശു ജനിച്ചതെന്ന് വ്യക്തമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. യേശു എന്തിനാ ജനിച്ചത്? യേശു എന്തിനാ ഈ ഭൂമിയിൽ വന്നത്? ഒരു മതം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനല്ല. യേശു ഈ ഭൂമിയിൽ വന്നത് കുറച്ചുപേരെ കൂട്ടി നേതാവാകുവാനല്ല, മാജിക്കും മാൽ പ്രാക്ടീസും കാണിക്കാനല്ല. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്, യേശു ക്രിസ്തു ഈ താണഭൂമിയിൽ ജനിച്ചത്, യേശു ക്രിസ്തു ഇവിടെ അവതരിച്ചത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീരുവാൻ വേണ്ടിയാണ് യേശു ജനിക്കുവാൻ ഇടയായി തീർന്നത്.
യേശുക്രിസ്തു എവിടെ ജനിക്കുമെന്നും യേശുക്രിസ്തു എങ്ങനെ ജനിക്കുമെന്നും യേശുക്രിസ്തു ആരിലൂടെ ജനിക്കുമെന്നൊക്കെ പ്രവാചകന്മാർ വ്യക്തമായി ശക്തമായി പ്രവചിച്ച പ്രവചനങ്ങൾ